ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ടു താത്ത വരാറ് കതറവിട പോരാറ് பார்க்கலாம். ஊராடா இது? படிப்புக்கு ஏத்த வேலை இல்ல, வேலைக்கு ஏத்த சம்பளம் இல்ல, கட்டுற டாக்ஸ்க்கு தகுந்த ஃபெசிலிட்டிஸ் கிடைக்கிறது இல்ல. சுபாஸ்கரன் திருடுறவன் திருடிட்டு தான் இருக்க போறான், தப்பு செய்யறவன் தப்பு செஞ்சுட்டு தான் இருப்பான். நம்மளாம் ஆளாளுக்கு ஊரை குறை சொல்லிக்கிட்டே இருக்கும். சிஸ்டம் சரியில்லை, சரி பண்ணணும் வாய்க்கிழிய பேசுவோம். சித்தார்த் அதை சரி செய்யறதுக்கு ஒரு துரும்ப கூட கிள்ளி போடுறது இல்ல. ஜஸ்ட் வாக்கிங் டாக்ஸ். அதனாலதான் கத்திக்கிட்டு இருக்கோம். இவங்க எல்லாரையும் கடிச்சு கொதற ஒரு ஹண்டிங் டாக் வரணும். வரார் யாரா இருக்கா? இருந்தாரு. இருந்தாரோ Indian. Oh, Named Senapati. Freedom fighter. എന്റെ മോനെ என்ன கர்மம் சார் இது? கர்மம் இல்ல, வர்மம். அவர் திரும்பி வரணும். ஒரு தப்பு செஞ்சா அதுகிட்ட இருந்து தப்பிக்கவே முடியாதுன்ற பயம் வரணும். என் கேரியர்ல நான் முடிக்காம போன ஒரே ஒரு கேஸ் சேனாபதி. നമ്മളെ ஆன்டி இந்தியன் அறிவிச்சிடலாமா? சின்ன சூரிய நேர்மை தவறக்கூடாது, பொய் சொல்லாத, திருடாதன்னு நீங்க தானே சொல்லி தந்தீங்க. வளர்ந்த அப்புறம் இதெல்லாம் செஞ்சாதான் வாழ முடியும்னு சொல்றீங்க. இது இரண்டாவது சுதந்திர போர். காந்திய வழியில நீங்க, நேதாஜி வழியில நான். എന്റെ മോനെ ഓ മൈ ഗോഡ്. ஓடவும் முடியாது, ஒளியவும் முடியாது. டாமஞ்சேரி ஆட்டம் ஆரம்பிச்சிருச்சு. എന്റെ പൊന്നെ, ഇന്ത്യൻ വൺ ഈ ഒരു കാലഘട്ടത്തിൽ വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും മാക്സ് വരെ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ബിജിഎം ഒരു രക്ഷയില്ല, കിടിലൻ ബിജിഎം. അതിന്റെ ഇടയിലുള്ള ഇംഗ്ലീഷ് ലിറിക് ആണെങ്കിലും ശരി, അതല്ലാണ്ട് കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ അനിരുദ്ധ് ഇങ്ങനെ പൂണ്ട് വിളയാടാന്ന് പറഞ്ഞില്ല. ഈ താത്ത വരാറെ കതറവിട പോരാറെ ആ സാധനം തന്നെ പൊളിയായിരുന്നു. ഇത് മൊത്തത്തിൽ ഇതിന്റെ ബിജിഎം ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. നമുക്ക് ആ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാകുന്ന ചില സ്ഥലങ്ങൾ, അല്ലെങ്കിൽ മാസ് ഫീല് കറക്റ്റ് കൊണ്ടുവരാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഇതിന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. അത് വൃത്തിക്ക് വെട്ടിപ്പായിട്ട് അനിരുദ്ധ് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. സോ അനിരുദ്ധ് മ്യൂസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമയുടെ ഒരു മാസ് ആക്ഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരും. എല്ലാത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഭാഗത്തിലേക്ക് വരുമ്പോൾ അത് ഒന്ന് നോക്കണ്ട, 10% അത് പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇത് കാണുമ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നത്. ആൻഡ് പെർഫോമൻസ്, എന്റെ മോനെ, ഉലക നായകൻ കമൽഹാസൻ എന്താണ് കാണിച്ചു കൂട്ടുന്നത്, ഒരു പിടിയില്ല. ഈ ലാസ്റ്റ് ടോമഞ്ചറി ആട്ടം എന്തൊന്ന് പറഞ്ഞിട്ട് ആരംഭമായിടുന്നു, അതെന്തോ പറഞ്ഞിട്ട് കിടനായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതല്ലാണ്ടും ലുക്സിന്റെ കാര്യത്തിൽ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ ദശാവതാരം മാത്രമല്ല, എല്ലാവർക്കും ഇതിന്റെ മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ തീർച്ചയായിട്ടും ദശാവതാരമായിരിക്കും. അത് നമ്മൾ പറയേണ്ട ഒരു സംഭവം തന്നെയാണെങ്കിൽ പോലും അതല്ലാണ്ട് എത്രയോ സിനിമകൾ എടുത്തു പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഒരു ടച്ച്, ആ ഒരു ഓരോ ക്യാരക്ടറിലും കൊണ്ടുവരുന്ന ഒരു എന്താ പറയുക, ഒരു യുണീക്നെസ്, അത് ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. എത്രയോ ലുക്കിലാണ് വരുന്നത്. ചൈനീസ് ലുക്കിലും ഏജ് ആയിട്ട് തന്നെ പല തരം മുടിയുള്ളതും മുടിയില്ലാത്തതും മുഖത്ത് വെട്ടുകൊണ്ടിട്ടുള്ളതായിട്ടും അങ്ങനെ പലതരത്തിലുള്ള ആ ഒരു മേക്ക് ഓവർ കാണാൻ പറ്റും. ഓരോന്നിനും ഓരോ മാനറിസം ആയിരിക്കും. അതിലും പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ഡിഫറൻസ്, ഓരോ ഡയലോഗ് ഡെലിവറിയിലും, ഓരോ രൂപത്തിൽ വരുമ്പോൾ ഡയലോഗ് ഡെലിവറിയിൽ പോലും ഒരു ചെറിയ ഒരു എന്താ പറയാ, നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങൾ പോലും ചില സമയത്ത് ചേഞ്ച് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ 100% അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നു, അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ വിശ്വസിക്കുന്നു. ആൻഡ് ശങ്കർ, നോ വറീസ്, ഇത് വേറെ ലെവൽ ഓടായിരിക്കും.
ഉറപ്പാണ്. സോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഉറപ്പിച്ചു, ടിക്കറ്റ് ഉറപ്പിച്ചു, സിനിമ കണ്ടിരിക്കും.